ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC TYQ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 15 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മുടിയേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അഭിനവ് ബിന്ദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, PC ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 1998. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, പാർവതി ബറൂവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? ആൻസർ ഓപ്ഷൻ ബി, കെ രാധാകൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, NIC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രസിഡന്റ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 133/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.